ഓം. സംസ്കൃതം ഒരു തീർത്ഥയാത്ര. അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപരേ വന്ദേ മാതരം. ഇന്നു മുതൽ സംസ്കൃതം ഒരു തീർത്ഥയാത്ര എന്ന വിഷയത്തെ അധികരിച്ച് ഭാരതീയ സനാതന സംസ്കൃതിയുടെ വിശ്വോത്തരമായ ഒട്ടേറെ നല്ല മാതൃകകളും അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വമഹാഭാഷകളിൽ സംസ്കൃതത്തിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. സംസ്കൃത ഭാഷാ സാഹിത്യത്തിൻ്റെ ആധികാരിക എഴുത്തുകാരിൽ ചിലരാണ് മാനനീയ കൃഷ്ണചൈതന്യൻ, മാക്സ് മുള്ളർ, മാക് ഡൊണാൾഡ്, വിൻഡർനിറ്റ്, കീത്ത് മുതലായ വിശ്വോത്തര ലേഖകന്മാർ. സംസ്കൃത സാഹിത്യ ചരിത്രങ്ങൾ പൊതുവെ രണ്ടിനങ്ങളിലാണ് കാണപ്പെടുന്നത്. കാവ്യ നാടകാദികളെ മാത്രം പ്രതിനിധീകരിക്കുന്നതും പാരമ്പര്യത്തെ മുഴുവൻ അവലോകനം ചെയ്യുവാൻ ഉദ്യമിക്കുന്നതും. രണ്ടിലും ധർമ്മശാസ്ത്രവും സദാചാര ചിന്തയും കാണുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങളിൽ ധ്വനിക്കുന്ന ദ്വൈതാദ്വൈത ഭാവനകളെ മനസ്സിലാക്കണമെങ്കിൽ ധിഷണ അതിസാമർഥ്യത്തോടെ പ്രവർത്തിക്കണം. ഗീത മഹാഭാരത കാവ്യത്തിൻ്റെ ഒരു മർമ്മ സംഭവമാണ്. അത് സർവദർശന സംശ്ലേഷമാണ്. രാമായണവും ഭാരതവും ഇതിഹാസവും ആദികാവ്യങ്ങളുമാണ്. വിശ്വോത്തര സാഹിത്യ സൃഷ്ടിയുമാണ്. അതിൽ രാഷ്ട്രീയ ചിന്തയുണ്ട്, രാഷ്ട്രഭാവനയുണ്ട്. വിശാഖ ദത്തൻ്റെ മുദ്രാരാക്ഷസം അതിൽ കൗടില്യൻ്റെ അഥവാ ചാണക്യൻ്റെ സാർവഭൗമ തത്വമായ അർത്ഥശാസ്ത്രവുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രേഷ്ഠമായ ധിഷണയും പ്രതിഭയും സാമൂഹ്യ തത്വബോധവും സർഗമണ്ഡലവും വേണം. കേരളീയരുടെ സംസ്കൃത സാഹിത്യ സേവനം വിപുലവും പ്രഗത്ഭവുമാണ്. അതിൽ കാവ്യാത്മക പ്രൗഢികളുണ്ട്, ശബ്ദാർത്ഥ സാഹിത്യവുമുണ്ട്, കവനകുശലതയുണ്ട്. ശബ്ദം സാർത്ഥകമാകുന്നതിന് ശ്ലേഷം, അനപ്രാസം എന്നിവയുടെ പ്രയോഗങ്ങളും കാണുന്നു. സുബന്ധു കണ്ട വസന്തചന്ദ്രൻ കന്ദർപ്പൻ്റെ കനകദർപ്പണമാണ്. വാത്മീകീയ രാമായണത്തിലെ ഭോഗതൃഷ്ണ ഉണർത്തുന്ന രാവണൻ കണ്ട നർമ്മദ ഫുല്ലോത്പല ശുഭേക്ഷണയാണ്. ചക്രവാകയുഗസ്ഥനിയാണ്. വിസ്തീർണ പുളിനശ്രോണിയാണ്. സംസ്കൃത കാവ്യതത്വചിന്ത ഒരു അതിമഹത്തായ പാരമ്പര്യമാണ്. സൈന്ധവ സംസ്കാരം ഒരു കാലത്ത് ഭാരതത്തിലുടനീളം നിലനിന്നിരുന്നു. ലോകത്തിലെ
ആദിമ സംസ്കാരമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ഇതിന് ബന്ധമുണ്ട്. ആര്യന്മാരുടെ പരദേവതയായ ഇന്ദ്രൻ പുരഹരനായ പുരന്ദരനാണ്. സൈന്ധവ ആര്യ സംസ്കാരം കാലദേശാനുസരണം ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പുരോഗമിച്ചു. വേദകാലം 6000 വർഷം മുൻപാണ്. അത് രൂപപ്പെടാൻ 1000 വർഷം എടുത്തു എന്നത് ഊഹിക്കാവുന്നതാണ്. പ്രാചീന ആര്യന്മാർ ഉഭയഭക്ഷകരായിരുന്നു. മദ്യപാനം ഉചിതമായ സമയത്ത് നടത്തിയിരുന്നു, പരിമിതമായി. ചൂതാട്ടത്തിൽ രസിച്ചിരുന്നു. അവർക്ക് ഉത്കൃഷ്ടമായ കവിതാവാസന ഉണ്ടായിരുന്നു. മണ്ണിൻ്റെ മക്കളായ അവർ കൃഷികാര്യങ്ങൾ നടത്തിയിരുന്നു, തുണി നെയ്തിരുന്നു, ആശാരിപ്പണി, കൊല്ലൻ പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ തൊഴിൽ ചെയ്തിരുന്നു, പശുപാലനം നടത്തിയിരുന്നു. ഗോത്രം അഥവാ വംശം ഉടലെടുത്തിരുന്നു. ഗോപാലനം അഥവാ പശുരക്ഷ അവരുടെ മുഖ്യ തൊഴിലായിരുന്നു. ഗോപതി അഥവാ രാജാവ് മുതലായ ആശയങ്ങൾ വളർന്നു വന്നു. സാമുദായിക സംഘടനയുടെ ആദ്യ അടിസ്ഥാനം കുടുംബമായിരുന്നു. കാലാന്തരത്തിൽ രക്തബന്ധത്താൽ അടുപ്പമുള്ള അനേകം കുടുംബങ്ങൾ സംയോജിച്ചു. ഗോത്രങ്ങളുണ്ടായി. രാജാധിപത്യവും പ്രജാധിപത്യവും ഉണ്ടായി. സഭ അഥവാ കുലസമിതി ഉണ്ടായി. അവർ ഒന്നിച്ച് ചേർന്ന് വസിച്ചു. ക്രമേണ ഭരണസമ്പ്രദായം ഉണ്ടായി. സമ്മേളനങ്ങളും പ്രാദേശിക സഭകളും നാട്ടുകൂട്ടങ്ങളും നടപ്പിൽ വന്നു. ആര്യന്മാരുടെ സമരദേവൻ ഇന്ദ്രനാണ്. വേദത്തിൽ ദേവ അസുര ചർച്ച കാണുന്നു. അരവിന്ദ മഹർഷിയുടെ അഭിമതം അനുസരിച്ച് ആര്യന്മാരുടെയും ആര്യ സങ്കലിതരുടെയും രാഷ്ട്രങ്ങൾ ക്രമേണ 3 തരത്തിൽ വികസിച്ചു. പൂർവദേശീയ വിഭാഗം ആദ്യത്തേത്. അതിൽ കോസലന്മാരും മഗധന്മാരും ചേദിയന്മാരും വിദേഹന്മാരും ഹൈഹയന്മാരും പ്രധാനികളായി. രണ്ടാമത്തത് മധ്യവിഭാഗം. അതിൽ ഭരതന്മാരും പാഞ്ചാലന്മാരും ഗണനീയരായി. മൂന്നാമത്തത് തെക്കും പടിഞ്ഞാറും ദേശങ്ങളിലുള്ള ഉത്സാഹികളായ യുവത്വം. 2700 വർഷം മുൻപ് വലുതും ചെറുതും ജനാധിപത്യവും പ്രജാധിപത്യപരവും ആയ ഭരണതന്ത്രങ്ങൾ ഇവിടെ നിലവിൽ വന്നു. അനേകം സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ ഉദയം ചെയ്തു. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ടെത്തി. പാശ്ചാത്യ പ്രഭാവം ഇവിടെ ഉണ്ടായി തുടങ്ങി. തുടർന്ന് പോർത്തുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തി. ഭാരതത്തിലെ നാടുവാഴികളുടെ പരസ്പര കലഹം മൂലം ഇവിടം അടിമത്തത്തിലായി. ദീർഘകാലം ബ്രിട്ടീഷ് ആധിപത്യവും വിദേശാധിപത്യവും ഇവിടെ നിലനിന്നു ഭാരത രാഷ്ട്രത്തിൽ. അങ്ങനെ 1947 ഭാരതം സ്വാതന്ത്ര്യലബ്ധിയിൽ പര്യവസാനിച്ചു. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വം
സ്വരാജ്യം, സ്വഭാഷ, സ്വദേശി ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചു. 1948 ജനുവരി 30 ആ ദിവ്യപുരുഷൻ കീർത്തിശേഷനായി. ആധുനിക ഭാരതീയ ഭാഷകൾ സംസ്കൃതം ജനനിയായും ധാത്രിയായും എല്ലാത്തിനെയും പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് സനൽകുമാരനെ സമീപിച്ച നാരദനോട് നേരത്തെ നേടിയ ശാസ്ത്രങ്ങളിൽ ഏതൊക്കെ അറിയാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ദേവർഷി ഇങ്ങനെ സൂചിപ്പിച്ചു. ഛാന്തോക്യ ഉപനിഷത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്, സന്ദർഭമാണ്. അത് രാശി വിദ്യയാണ്. ഈ ശാസ്ത്രം ഗണിതം എന്നറിയപ്പെടുന്നു. അത് മയൂര ശിരസിലെ ശിഖ പോലെയും ഉരകഫണത്തിലെ രത്നം പോലെയുമാണ്. മറ്റ് പല ശാസ്ത്രങ്ങളും ഇതിന് താഴെയാണ്. എല്ലാ ശാസ്ത്രങ്ങളും തന്നെ ജ്യോതിഷത്തിന് താഴെയാണ്. 5ാം ശതകത്തിലെ ആര്യഭട്ടനും 7ാം ശതകത്തിലെ ബ്രഹ്മഗുപ്തനും 12ാം ശതകത്തിലെ ഭാസ്കരാചാര്യനും ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാരാണ്. യൂറോപ്പിൽ 6ാം ശതകം പിഥഗോറസ് കണ്ടുപിടിച്ച ക്ഷേത്രഗണിതം ഭാരതത്തിൽ 2800 വർഷം മുൻപ് ബോധായന മഹർഷി കണ്ടുപിടിച്ച ദർശനമാണ്. ഭാരതത്തിൽ വേദകാലം മുതലേ ജ്യോതിശാസ്ത്ര പഠനം തുടങ്ങിയിരുന്നു. ഭൂമിയുടെ ഉദ്ഭവം എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നു. അത് ഉരുണ്ടതാണെന്നും മനസ്സിലാക്കിയിരുന്നു. ശതപഥ ബ്രാഹ്മണത്തിൽ ഭൂമി ഒരു ഗോളമാണെന്ന് വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഭൂമി അന്തരീക്ഷത്തിൽ നിരാലംബമായി ചരിക്കുന്നു എന്ന് ഋഗ്വേദം തെളിച്ചു പറയുന്നു. ദിനരാത്രങ്ങളുടെയും പ്രഭാത പ്രദോഷങ്ങളുടെയും മാസസംവത്സരങ്ങളുടെയും ഋതുക്കളുടെയും കർത്താവ് സൂര്യനാണെന്ന് അറിഞ്ഞിരുന്നു. ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രഭ കൊണ്ടാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. 6ാം ശതാബ്ദത്തിൽ വരാഹമിഹിരൻ എഴുതിയ പഞ്ചസിദ്ധാന്തകയിൽ സൂര്യസിദ്ധാന്തം എഴുതിയിരിക്കുന്നു. ഇത് അതിപ്രാചീന കൃതിയാണ്. ഗ്രഹണങ്ങളെയും സംക്രമങ്ങളെയും ആര്യഭട്ടൻ വിശദീകരിച്ചു. യൂറോപ്പിലെ നവോത്ഥാന കാലത്തിന് വളരെ വളരെ മുമ്പ് തന്നെ നക്ഷത്രമണ്ഡലങ്ങൾ സ്ഥിരമാണ് എന്നിവിടെ കണ്ടെത്തി. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ദിനം പ്രതിയുള്ള ഉദയാസ്തമങ്ങൾ ഭൂമിയുടെ ഭ്രമണത്താൽ ഉണ്ടാകുന്നതാണ് എന്ന് ഭാരതത്തിലെ ശാസ്ത്രകാരന്മാർ അറിഞ്ഞിരുന്നു. ഭാരതം ഊർജതന്ത്രത്തിനും രസതന്ത്രത്തിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കണാദൻ എന്ന ദാർശനികൻ തൻ്റെ വൈശേഷിക സിദ്ധാന്തത്തിൽ പറയുന്നു, വിശ്വത്തിലുള്ള സകല വസ്തുക്കളും പരമാണുക്കളാൽ സംഘടിതമാണെന്ന് കണ്ടെത്തി. അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. ആദ്യത്തെ അണുശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ജൈന ചിന്തകന്മാർ ആ പന്ഥാവിലൂടെ കുറെ കൂടി മുന്നോട്ട് പോയി. വെളിച്ചം വസ്തുക്കളിൽ നിന്ന് പ്രകാശിക്കുന്നതാണ്. അത് കണ്ണുകളിൽ എത്തിച്ചേരുന്നതുമായ അതിസൂക്ഷ്മ കണികകളുടെ സഞ്ചയമാണ് എന്ന് വാചസ്പതി വ്യാഖ്യാനിച്ചു. ഇത് പ്രഭാകരണ സിദ്ധാന്തമാണ്.
പാണിനിയുടെ വ്യാകരണത്തിന് അഷ്ടാധ്യായി. ഭാഷ്യം ചമച്ച പതഞ്ജലി BC 2-ാം നൂറ്റാണ്ട്. ലോഹ ശാസ്ത്രത്തിലും പാരംഗതനായിരുന്നു, പ്രഗത്ഭനായിരുന്നു. 8-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നാഗാർജുനൻ വാറ്റ് പ്രയോഗവും നീറ്റർ പ്രയോഗവും കണ്ടുപിടിച്ചു. വൃക്ഷായുർവേദം എന്ന സസ്യശാസ്ത്രവും ഇവിടെ തഴച്ചു വളർന്ന്. ഇവിടെ കൃഷിശാസ്ത്രം വളർന്നു. തക്ഷശില സർവകലാശാലയിലെ പ്രസിദ്ധനായ ആചാര്യൻ ആത്രേയൻ്റെ ശിഷ്യൻ ജീവകൻ സസ്യങ്ങളുടെ ഔഷധ ഗുണം പരീക്ഷിച്ചു മനസ്സിലാക്കി ആയുർവേദത്തെ പരിപോഷിപ്പിച്ചു. പ്രാചീന ഭാരതം ആയുർവേദത്തിൽ അഥവാ ദീർഘായുർശാസ്ത്രത്തിൽ അതിപ്രശസ്തമായ നേട്ടങ്ങൾ കൈവരിച്ചു. അവരിൽ അത്യന്തം മഹത്വമേറിയ മഹാപുരുഷന്മാരാണ്, ഋഷിമാരാണ് ചരകനും. അദ്ദേഹം ഔഷധ വിജ്ഞാനത്തിൻ്റെ പരമാചാര്യനാണ്. ശുശ്രുതനും വാഗ്ഭടനും ഭാവമിശ്രനും ചവനനും അഗസ്ത്യനും മറ്റും. ശുശ്രുതൻ ശസ്ത്രക്രിയാശാസ്ത്രം പോലും വളർത്തിയെടുത്തിരുന്നു, ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പൈതൃക ശരീരഘടന അതിസൂക്ഷ്മാവസ്ഥയിൽ സന്താനത്തിൽ കാണുന്നു. ആധുനിക ജനിതക തത്വം ഇവിടെയാണ് ആദ്യം വളർന്നു വന്നതും അത് മനസ്സിലാക്കിയതും. അത്ഭുതകരമായ സൂക്ഷ്മതയോടെ ഭ്രൂണ വളർച്ചയും ആയുർവേദം മനസ്സിലാക്കിത്തരുന്നു. ഭ്രൂണത്തിൻ്റെ ലിംഗവ്യത്യാസം മനസ്സിലാക്കിയിരുന്നു. രോഗബാധിതരുമായ വിവാഹം മനുസ്മൃതി നിഷേധിച്ചിരുന്നു. രോഗപ്രതിരോധ കുത്തിവയ്പും ആയുർവേദം നടത്തിയിരുന്നു. ശസ്ത്രക്രിയയിൽ ബോധം കെടുത്തുന്നതിന് സമ്മോഹിനി ഔഷധം പ്രയോഗിച്ചിരുന്നു. മാസ്മരവിദ്യ ഒരു ചികിത്സാ പദ്ധതിയായി വികസിച്ചിരുന്നു ഭാരതത്തിൽ ആദിമകാലത്ത്. ഇന്നും ഈ വിദ്യ ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലുണ്ട്. മനുഷ്യൻ്റെ അധമവാസനകൾ യോഗവിദ്യയിലൂടെ ഇല്ലാതാക്കുന്നു. ഉത്കൃഷ്ട ചിന്തയുണർത്തുന്നു, ഏകാന്തത ഉണർത്തുന്നു, ലക്ഷ്യബോധം ഉണ്ടാക്കുന്നു. പ്രാചീന ഭാരതീയ ഭിഷഗ്വരന്മാർ സേവനം മാത്രമേ ചികിത്സയിലൂടെ ചിന്തിച്ചിരുന്നുള്ളൂ. ആധുനിക ശാസ്ത്രം ഈ ആശയത്തെ വിസ്മരിച്ചിരിക്കുന്നു. ആത്മഭാവങ്ങളെ സംസ്കൃത ഭാഷാ സാഹിത്യത്തിലാണ് മുകളിൽ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. കളങ്കമില്ലാത്ത ഭാരതീയ സനാതന സംസ്കൃതി അറിയുന്നതിന് സംസ്കൃത ശിക്ഷണം അനിവാര്യമാണ്. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.